ഹലോ ഹമി ജാൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈറ്റും ബഹളമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും വിശേഷം, എവിടെയാണ് എന്നുള്ളതെല്ലാം ഷോർട്സിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് വീട്ടിലേക്ക് പോയതാണ്. ഇത് പൊങ്കാലയുടെ തലേ ദിവസം എന്നത്തെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളാണ്. ഞാനും എൻ്റെ അനിയത്തിയുമായിട്ടൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ടൊന്ന് പോയപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ സദ്യക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം തുടങ്ങി. സദ്യ എന്നല്ല, ചെറിയൊരു അന്നദാനം പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുള്ളവർക്കും വീടിൻ്റെ ആ ഒരു പരിസരത്തിരിക്കുന്ന എല്ലാ പേർക്കുമായിട്ട് വർഷങ്ങളോളം കൊണ്ട് കുഞ്ഞമ്മയുടെ അവിടെ അന്നദാനമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളാണ്. വെളിയിൽ നിന്ന് കാറ്ററിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല, വർഷങ്ങളായി തന്നെ അവിടെ വീട്ടിൽ തന്നെ നമ്മൾ എല്ലാം വച്ച് എല്ലാവർക്കും കൊടുക്കും. അതൊരു സന്തോഷമല്ലേ, നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്ന് ആഹാരവും കാര്യങ്ങളെല്ലാം വയ്ക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞും ബഹളമൊക്കെ വെച്ച് ചിരിച്ചും കളിച്ചുമൊക്കെ നമ്മൾ ഓരോ ജോലി അങ്ങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തീരും. എല്ലാവരും കൂടെ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തീരും. അപ്പോൾ ഓരോരുത്തരും ഓരോരോ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വെളുപ്പിനും നമ്മൾ കറികളെല്ലാം വയ്ക്കാൻ തുടങ്ങി. ഇത് സാമ്പാറാണ് കേട്ടോ. മാമനാണ് അവിടെ, ബാവുമാമനാണ് അവിടെ കറികളെല്ലാം വയ്ക്കുന്നത്. അങ്ങനെ മാമൻ സാമ്പാറിനെല്ലാം കാര്യങ്ങളെല്ലാം പാകമാണോ എന്നെല്ലാം നോക്കി ലാസ്റ്റ് കറിയെല്ലാം ആയതിന് ശേഷം മാത്രമാണ് ചോറ് വയ്ക്കുന്നത്. അങ്ങനെ ചോറിനുള്ള അരിയെല്ലാം അളന്ന് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചോറിനുള്ള അരിയെല്ലാം അളന്നെടുത്തതിന് ശേഷം കുളിച്ച് നമ്മുടെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കി അടുപ്പെല്ലാം കൂട്ടി പൊങ്കാലയുടെ തെരളി, മണ്ടപ്പുറ്റ്, വെള്ള, ഇത് ഇത്രയാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ഞാനും കുഞ്ഞമ്മയൊക്കെ ആയിട്ട് പൊങ്കാലയ്ക്കുള്ള തെരളിയെല്ലാം കുഴച്ച് എല്ലാം റെഡിയാക്കി എല്ലാം കൊണ്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി തീ മാത്രം കത്തിച്ചാൽ മതി. അങ്ങനെ അതിനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പം 9:45 നമ്മുടെ തീ കത്തിക്കുന്നത്, പൊങ്കാല അടുപ്പിൽ തീ എത്തിക്കേണ്ടത്. അപ്പോൾ അതിനുള്ളതായിട്ട് എല്ലാവരും റെഡിയായി ഒരുങ്ങി എല്ലാവരും വന്ന് നമ്മുടെ പൊങ്കാല കലങ്ങളുടെയൊക്കെ അടുത്ത് റെഡിയായി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ആ ഒരു റോഡ് സൈഡ് ഫുള്ളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ദൂരേതും കുറച്ച് ആൾക്കാരെല്ലാം വന്ന് നമ്മുടെ ആ വീട്ടിൻ്റെ അവിടെ എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം കുളിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും അവിടെ തന്നെ അടുപ്പുകളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരുമായിട്ട് നമ്മൾ ആ ഒരു വഴി മൊത്തവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തീ കത്തിക്കാൻ തുടങ്ങി. തീ 9:45 ആയപ്പോഴത്തേക്കും തന്നെ തീയെല്ലാം കത്തിച്ചു. നമ്മുടെ തെരളിയും മണ്ടപ്പുറ്റും ഇതെല്ലാം ആദ്യം ഒരുപാട് നേരം വേവാനുള്ള സാധനങ്ങളെല്ലാം ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വേറെ ആൾക്കാരുടെ ആയിരുന്നു. അപ്പോൾ നമ്മുടേത് തെരളിയും മണ്ടപ്പുറ്റും മാത്രമാണ്. അപ്പോൾ ഞാനും കുഞ്ഞമ്മയൊക്കെ ആയിട്ടും അതെല്ലാം ആദ്യം വെച്ചു. അനിയത്തി അരവണ വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ജു മാമി വെള്ള വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ള നേദ്യമായിരുന്നു ഇത്. അവർ എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലാസ്റ്റത്തെ വെള്ള നേദ്യമാണ്. അപ്പോൾ തെരളിയെല്ലാം വെന്തതിന് ശേഷം ഞാൻ വെള്ള നേദ്യത്തിന് വെച്ചു. അങ്ങനെ എൻ്റെ വെള്ള നേദ്യം നല്ല കലം പൊങ്ങി തുടങ്ങി. നമ്മുടെ വെള്ള നേദ്യം പൊങ്ങി കവർന്ന്. അങ്ങനെ അതിനുശേഷം അന്നദാനത്തിനുള്ള ദേവിയുടെ മുമ്പിൽ നമ്മുടെ വച്ചതെല്ലാം നമ്മുടെ ദേവിയുടെ മുമ്പിൽ വച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്ലേറ്റ്. അതിനുശേഷം അന്നദാനത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തുടങ്ങി. എല്ലാം വച്ചു കൊടുത്താൽ പിള്ളേരെല്ലാം നല്ല വിളമ്പി സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ഓരോന്നായിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ തന്നെയാണ് വർഷങ്ങൾ കൊണ്ട് എല്ലാം വിളമ്പുന്നത്. എല്ലാം അവരാണ്. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ പുറത്തുനിന്നും ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ളവരും പുറത്തുനിന്നുള്ളവരും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ചേ ഉള്ളൂ. അതിനുശേഷം ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആഹാരമെല്ലാം കറക്റ്റായിരുന്നു. ഒന്നും മിച്ചം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്.